ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഷോപ്പിംഗൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്ത് നല്ല പരിചയമില്ല, എന്നാലും എന്നെ കൊണ്ടൊക്കുന്നത് ഞാൻ ട്രൈ ചെയ്യാം. രാവിലെ കുറച്ച് മുസമ്പിയൊക്കെ പറിച്ച് ഞാൻ ഹസ്ബൻഡും കൂടെ പറിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങളൊരു 10 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു റോഡാണ്, ചെറിയ റോഡാണ്. ഇവിടെ നിന്ന് ചെന്നിറങ്ങുന്നത് ഇത് 1 വേ മെയിൻ റോഡാണ്. പിന്നെ ഞങ്ങൾ മോനെ വിളിക്കാൻ പോയി. മോൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. മോൻ ഈ ആഴ്ച വന്നില്ലായിരുന്നു. മോനെ അവൻ്റെ ഫ്ലാറ്റിൽ പോയി പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ നേരെ പോയത് ലുലു മാളിലേക്കാണ്. എൻ്റെ ഒരു സ്റ്റൗ കത്തിയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നല്ലോ. ഒരു സ്റ്റൗ ഒക്കെ വാങ്ങിക്കണം, കുറച്ച് പർച്ചേസൊക്കെ നടത്താമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങൾ നേരെ ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ഇത് ഫ്രണ്ടാണ് ലുലു മാളിൻ്റെ. അവിടെ നിന്ന് പിന്നെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് പോയി. നമ്മളിപ്പോൾ ലുലു അകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ ക്രിസ്മസിനൊക്കെ വലിയ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇനി അവർ വയ്ക്കുമായിരിക്കും. ലുലുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലു കണക്റ്റിലേക്കാണ്. ആദ്യമേ ഞങ്ങളൊരു സ്റ്റൗ വാങ്ങിക്കാൻ നോക്കി. ഞാൻ സ്റ്റീലിൻ്റെയാണ് നോക്കിയത്, പക്ഷേ 1-2 ഉള്ളൂ. എനിക്കത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു PG&ൻ്റെ സ്റ്റൗ, അത് 5-6 വർഷം കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് തന്നെ ഒരു 3 ബർണറിൻ്റെ ഒരെണ്ണം സെലക്ട് ചെയ്ത്. അത് ഗ്ലാസ് ടോപ്പ് തന്നെയാണ്, അതും എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കോർട്ട് അവിടെ ചെന്ന് മോൻ ഫുഡ് ഓർഡർ ചെയ്ത് മന്തിയാണ് ഓർഡർ ചെയ്തത്. അത് പൈസയ്ക്ക് അത്ര ക്വാണ്ടിറ്റി ഒന്നുമില്ല. എനിക്ക് പിന്നെ അവൽ മിൽക്ക് മതിയെന്ന് പറഞ്ഞ്. പിന്നെ മോൻ ഷുഗർ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. അവൻ ഷുഗറില്ലാത്ത അവൽ മിൽക്ക് ഓർഡർ ചെയ്ത് അത് ഞങ്ങൾ കഴിച്ച്. കുറച്ച് മന്തി ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ താഴെ ലുലു ഹൈപ്പർ മാളിലോട്ട് വന്ന് അവിടെ ക്രിസ്മസിൻ്റെ ഇതൊക്കെ നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ കിച്ചണിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും പിന്നെ ഒരു തവയും ഇതൊക്കെ ചേർന്ന ഒരു കോംബോ സെറ്റും കൂടെ ഞാൻ വാങ്ങിയായിരുന്നു. ക്രിസ്മസ് പപ്പാജ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് സെയിലിന് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതായാലും നല്ലൊരു ഹൗസിൻ്റെ ഫ്ലോട്ട്. താഴെ കേക്ക് അങ്ങോട്ടേക്കാണ് കേക്ക് വെച്ചേക്കാണ്. പിന്നെ അതൊരു വണ്ടിയിൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുമക്കളൊക്കെ അതിൽ മൊത്തം കേക്കും വൈനും എല്ലാം അടങ്ങി വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്ന കണക്കാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇത് വൈനൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കേക്കും അതിലൊരു ട്രീയും ഒക്കെ ഉണ്ട്. ഇത് ഒരു സൈഡാണ്, 2 സൈഡിൽ അപ്പുറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പുറത്തെ സൈഡിലുള്ളതാണ്. കേക്കാണ് ഒത്തിരി ഉള്ളത്. പിന്നെ നമ്മൾ സാധനമൊക്കെ എടുത്ത് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിലെല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. ഇതാ അവിടെ ഒരു ഹെലികോപ്റ്ററൊക്കെ, ഇത് 2014 വരെ വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ഒരു ഹെലികോപ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മത്സ്യകന്യകയുടെ സ്റ്റാച്യു ഉണ്ട്, ഒരു ശില്പമുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, മത്സ്യകന്യക കിടക്കുന്നതായിട്ട് ശംഖിൽ. ഇതായിരിക്കും ശംഖുമുഖം. നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. പിന്നെ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് ഒക്കെ പോയി. ഒരു കുതിര റൈഡിന് തയ്യാറായി നിൽപ്പുണ്ട്. പിന്നെ ഇത് പഴയ ഒരു ഇന്ത്യൻ കോഫി ഹൗസായിരുന്നു. ഇപ്പോൾ ഓൾഡ് കോഫി ഹൗസ് എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു പണ്ട് എയർപോർട്ടിൽ പോകുന്ന റോഡ്. ഇപ്പോൾ അതെല്ലാം കടലെടുത്ത് അവിടെ ഇപ്പോൾ ആ റോഡൊന്നുമില്ല, ഇപ്പോൾ വേറെ റോഡാക്കി. പിന്നെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്നിട്ട് പിന്നെ മോൻ പറഞ്ഞ് നമുക്ക് അവിടെ ട്രാവൻകൂർ മാളിൽ നല്ല ഒരു പരിപാടിയുണ്ട്, നല്ല ഫങ്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി അത് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ വീഡിയോ, ട്രാവൻകൂർ മാളിൽ കയറി വീഡിയോ ഒന്നും എടുത്തില്ല. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് മോനൊരു സർപ്രൈസ് തന്നത്. മോൻ അവിടെ ഗോൾഡ് സ്കീമിൽ ചേർന്നിരുന്നു. അത് കംപ്ലീറ്റായി, പണിക്കൂലി ഇല്ലാതെ സ്വർണം വാങ്ങാം എന്നുള്ളൊരു ഗോൾഡ് സ്കീമിൽ. അവിടെ ചെന്നിട്ടാണ് മോൻ പറയുന്നത് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ചേർന്നത് തന്നെ ഞങ്ങൾ അറിയുന്നത്. അത് ഞങ്ങൾക്കൊരു സർപ്രൈസായിരുന്നു. മോൻ അവിടെ നിന്ന് അതിന് ഇഷ്ടപ്പെട്ട വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ ഞാനൊരു അവിടെ നിന്ന് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് അപ്പോൾ ചേർന്ന കാര്യം പോലും അതങ്ങനെ ഒരു ഗോൾഡ് സ്കീമിൽ ചേർന്നത് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ 2 ആഴ്ച കൊണ്ട് വിളിക്കുന്നു. ഞങ്ങളങ്ങനെ ഇപ്രാവശ്യം ചെന്നപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ. അവിടെ ചെന്ന് അവൻ നേരെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കാണ് ഇത് ജ്വല്ലറിയിലോട്ട് കയറ്റിയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അപ്പോഴത്തേക്ക് രാത്രിയായി. ലുലുവിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ ഞങ്ങളൊരു ആര്യാസ് ഹോട്ടലിലോട്ട് കയറി മസാല ദോശ കഴിക്കാൻ. മോൻ പനീർ ബട്ടർ മസാലയും ഹസ്ബൻഡ് സാധാ മസാല ദോശയും മേടിച്ച്, ഞാനൊരു ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തിരുന്നു. അവരൊക്കെ കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഗീ റോസ്റ്റ് കൊണ്ടുവന്നത്. അതൊരു പറഞ്ഞാൽ കേൾക്കാത്തൊരു ഗീ റോസ്റ്റ് തന്നെ, അത് മറിഞ്ഞ് വീണ് കിടക്കുന്നെങ്കിൽ ഇരിക്കുകയൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ ഈ ഡേ ഇൻ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.